ഹായ് ഫ്രണ്ട്സ്, KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. ഇത് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാതാപിതാക്കളും മറ്റ് രക്ഷകർത്താക്കളും അധ്യാപകരും പോലീസും എക്സൈസും എൻഫോഴ്സ്മെന്റ് ഏജൻസികളും എല്ലാവരും ചേർന്ന് എടുക്കുന്ന ഒരു ദൗത്യമാണ്, മിഷനാണ്. ഈ മിഷന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് എൻഫോഴ്സ്മെന്റ് ആണ്, അത് ചെയ്യേണ്ടത് പോലീസും എക്സൈസുമാണ്. രണ്ട് അവയർനെസ് ആണ്, ബോധവൽക്കരണമാണ്. ഇതിന്റെ അപകടത്തെ കുറിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് മനസ്സിലാക്കിക്കുക. അതിൽ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും NGOകൾക്കും വിവിധ ഏജൻസികൾക്കും എല്ലാവർക്കും പങ്കുണ്ട്. കേരളം ഒറ്റക്കെട്ടായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. ഇതൊരു ഉജ്ജ്വലമായ വിജയം, ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഉജ്ജ്വലമായ വിജയമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ കേരളത്തിൽ വ്യാപകമാവുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ക്രൈം, കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു, നേച്ചർ മാറിയിരിക്കുന്നു. വളരെ ബ്രൂട്ടലായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള രീതിയിലാണ് കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. കാരണം അതിന് മയക്കുമരുന്നിന്റെ പിന്തുണയോടുകൂടിയാണ് അവർ ഈ ബ്രൂട്ടലായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. ജന്മം നൽകിയ മാതാപിതാക്കളെ കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഡ്രഗ് അഡിക്റ്റ് പറഞ്ഞത്, ഞാൻ എന്റെ അമ്മയെ കൊന്നു. ആരാ അമ്മ? 10 മാസം ഗർഭാശയത്തിൽ വെച്ച് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് അവനെ പ്രസവിച്ച് കുഞ്ഞി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി തൊട്ടില് കെട്ടി താരാട്ട് പാടി വളർത്തി ഇവൻ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ 3 നേരവും പ്രാർത്ഥനയോടുകൂടി വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു അമ്മയെ മകൻ കൊല്ലുകയാണ്. എനിക്ക് ജന്മം തന്നതിന്റെ പേരിലാണ് ഞാൻ എന്റെ അമ്മയെ കൊന്നത് എന്ന് അവൻ പോലീസിനോട് പറയുകയാണ്. എവിടെ എത്തി നിൽക്കുന്നു, എവിടെ എത്തി നിൽക്കുന്നു? അത്ര ഭയാനകമായൊരു സ്ഥിതിവിശേഷമുണ്ട്. പല കുടുംബങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ അവർ പുറത്തു പറയുന്നില്ല. എനിക്ക് ഒരുപാട് ആളുകൾ വന്ന്, ഒരുപാട് മാതാപിതാക്കൾ വന്ന് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. ഞാൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നു. ഞാൻ നിറകണ്ണുകളോടെ പറഞ്ഞു, എന്റെ അടുത്ത് വന്ന് ഈ അഡിക്ട്സ് ഉള്ള വീടുകളിലെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. ആ കുടുംബങ്ങളിൽ അവരനുഭവിക്കുന്ന ദുഃഖം. ലഹരിയുടെ മഹാവിപത്തിനെ കുറിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാർ ഇത്ര നേരം സംസാരിച്ചത്. ലഹരി എത്രത്തോളം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്നു എന്ന ഭയാനകരമായിട്ടുള്ള ഒരു സന്ദേശമാണത്. ലഹരി ഉപയോഗിക്കുന്നത് ഒരു വ്യക്തികൾ മാത്രമല്ല, ആ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭവിഷ്യത്താണ് ഇവിടെ എടുത്ത് നമുക്ക് പറയേണ്ടത്. ഇന്ന് സ്കൂളിൽ തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും ലഹരി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യം നമ്മൾ നിത്യേന വാർത്താ മാധ്യമങ്ങൾ കൂടി അറിയുന്നതാണ്. ലഹരി ഉപയോഗിച്ചു സ്വന്തം മാതാവ് ഏതാണെന്നോ സ്വന്തം സഹോദരി ഏതാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെയുള്ള പല വാർത്തകളും നമ്മൾ നിത്യേന ഇന്ന് വാർത്താ മാധ്യമങ്ങൾ കൂടി അറിയുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭവിഷ്യത്തിനെ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കിയേ പറ്റൂ. അതിന് ഓരോ വ്യക്തികളും കഴിയുന്ന രീതിയിലുള്ള ഇതിനു വേണ്ടിയുള്ള ഒരു സപ്പോർട്ട്, അവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും തന്നെ ഒരു ഇതും നോക്കാതെ ആ രീതിയിലുള്ള ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ നാളേക്കുള്ള കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം. സർക്കാരിന്റെ ഈ പുതിയ പദ്ധതിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ ഓരോരുത്തരും കൊടുക്കണം.